ഒന്നോ രണ്ടോ ചിത്രങ്ങൾ ഒഴിച്ചാൽ പുരുഷ സംവിധായകരുടെ ചിത്രങ്ങൾക്കാണ് മേളയിൽ സ്ഥാനം. ഇതിനെതിരെ 250ഓളം ചലച്ചിത്ര പ്രവർത്തകർ അധികൃതർക്ക് പരാതി നൽകി. അന്താരാഷ്ട്ര കാൻ ചലച്ചിത്രമേളയിലാണ് പതിവ് പോലെ ഇക്കൊല്ലം വനിതാ സംവിധായകരുടെ ചിത്രങ്ങളെ തടഞ്ഞിരിക്കുന്നത്. ചലച്ചിത്രമേളയുടെ സമാപനത്തോടനുബന്ധിച്ച് നൽകുന്ന പാം ദ ഓർ അവാർഡിനുള്ള 23 നോമിനികളിൽ ഒന്നിലും വനിതാ സംവിധായകരില്ല. മേളയുടെ ഭാഗമായ അൺസർട്ടൻ റിഗാർഡ് എന്ന വിഭാഗത്തിൽ 2 യുവ വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് മാത്രമാണ് ഏക ആശ്വാസം. മേളയിൽ പുരുഷ മേധാവിത്വമാണെന്നും വനിതാ സംവിധായകർക്ക് പ്രാധാന്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രശസ്ത നിർമ്മാതാക്കളായ പാർല കെ ആൻഡേഴ്സൺ, ക്രില്യൻ ആംസ്ട്രോങ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 250ഓളം വരുന്ന ചലച്ചിത്ര പ്രവർത്തകർ കാൻ ഒഫീഷ്യൽ കമ്മിറ്റിക്ക് പരാതി നൽകി. ഇറാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ പോലും മേളയിലേക്ക് പരിഗണിച്ചില്ലെന്നാണ് ചലച്ചിത്ര പ്രവർത്തകർ പറയുന്നത്. മേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ സംവിധായകരിൽ ഒരാളായ സിൽവിയ ഹെർഡയുടെ കൺഫെഷൻ ഓഫ് എ ചൈൽഡ് ഓഫ് ദ സെഞ്ചുറി എന്ന ചലച്ചിത്രം ഞായറാഴ്ച പ്രദർശിപ്പിച്ചു. പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റായ ആൽഫ്രഡ് ഡെ മുസറ്റിന്റെ ആത്മകഥയെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. 1830 ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ നടന്ന കഥയാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 2009 കാൻ ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ചാർലറ്റ് ഗേറ്റ്ബർഗ് ആണ് ബ്രിജിത്തായി അഭിനയിക്കുന്നത്. പീറ്റർ പോറേറ്റ് ഒക്ടേവ് ആയി വേഷപ്പെടുന്നു. മേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു വനിതാ സംവിധായകയായ കാതറിൻ കോർസ്മിയുടെ 3 വേർഡ്സ് എന്ന ചലച്ചിത്രവും വരും ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കും. കാൻ ചലച്ചിത്രമേളയിൽ വനിതാ സംവിധായകർ തഴയപ്പെടുന്നുവെന്ന പരാതികൾ ഉയരുമ്പോഴും ശക്തമായ പ്രമേയങ്ങളുമായി 2 വനിതാ സംവിധായകരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലെത്തിയിരിക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ വനിതാ സംവിധായകരെ ഉൾപ്പെടുത്താൻ കാൻ സംഘാടക സമിതി ശ്രമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാൻ ചലച്ചിത്രമേള നഗറിൽ നിന്നും KKRS ഇന്ത്യ വിഷൻ.